അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്ത് ചോദിക്കുന്നത് വോട്ടെടുപ്പിനെ കുറിച്ചാണ്. മുസ്ലിം രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ പോലത്തെ നാടുകളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതേസമയത്ത് നാം ജീവിക്കുന്ന നാട് അവിടെ വോട്ടെടുപ്പ് നടക്കുന്ന നാടാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംഘടനയുണ്ട്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതായ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ട്. മുസ്ലിങ്ങൾ ആ പാർട്ടിക്ക് വോട്ട് കൊടുത്തില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മസാലഹകളൊക്കെ അവർക്ക് ആവശ്യമുള്ളതായ മദ്രസ, കോളേജ്, പഠന രീതി, മറ്റ് ജീവിത രീതി, എന്തെല്ലാം മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള പല മുസ്ലിങ്ങളുടെ ഉണ്ടല്ലോ, അതൊന്നും നേടിയെടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഫലപ്രദമായ ദ്രോഹമില്ലാത്ത ഏത് സംഘടന ആരുടേതായിരുന്നാലും വിരോധമില്ല. ആ മുസ്ലിങ്ങൾക്ക് ഫലപ്രദമായ മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മെ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ളതായ ആ പാർട്ടിക്ക് നാം വോട്ട് കൊടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് വോട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ, മുസ്ലിങ്ങളുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റൂല എങ്കിൽ ആ വോട്ട് കൊടുക്കൽ തന്നെ നിർബന്ധമായി വരും. കാരണം അത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സംഘടനയുടെ കൂടെ കൂടണം. അവർ നമുക്ക് സഹായിക്കും. അവരിൽ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുന്നത് കൊണ്ട് മുസ്ലിം രാഷ്ട്രമല്ലാത്ത ഇന്ത്യ പോലത്തെ നാടുകളിൽ അനുവദനീയമാണെന്നാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.